നമസ്കാരം. എന്നോടൊപ്പം വി ഗോപാലകൃഷ്ണൻ IPS ആണ്, AIG റിട്ടയർഡ്. സർ, ഇപ്പോഴത്തെ പാകിസ്ഥാൻ ഇന്ത്യ ആ ഒരു സാഹചര്യമാണ് നമ്മളിപ്പോൾ പൂർണ്ണമായിട്ടും വന്ദേ മാതരം. ഇപ്പോഴത്തെ സാഹചര്യം പറയാതെ തന്നെ സാറിന് അറിയായിരിക്കും. അതിരൂക്ഷമായിട്ട് പാകിസ്ഥാൻ പ്രകോപനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ മണിക്കൂറുകളിൽ പറഞ്ഞു, ഇന്ത്യയെ ഔദ്യോഗികമായിട്ട് തന്നെ പാകിസ്ഥാൻ പറഞ്ഞു ആക്രമണം നടത്തിയിരിക്കുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പാകിസ്ഥാൻ പ്രകോപനവുമായി മുന്നോട്ട് പോകുമ്പോഴും ഇന്ത്യ കൃത്യമായൊരു പ്രിസൈസ് ആയിട്ടാണ് അവിടെ തിരിച്ചാക്രമണം നടത്തുന്നത്. സിവിലിയൻസിനൊന്നും ചോര പുരളാതെ തന്നെ, അവരെയൊന്നും ബാധിക്കാതെ തന്നെ ഇന്ത്യ പ്രിസൈസ് ആയിട്ടാണ് അറ്റാക്ക് നടത്തുന്നത്. സ്വാഭാവികമായിട്ടും ഇത് കൃത്യമായിട്ടാണോ ഇന്ത്യ പോകുന്നത്? കുറച്ചുകൂടെ ഈ ഒരു മിതത്വം വേണമെന്നുണ്ടോ? താങ്കളുടെ അഭിപ്രായം എന്താണ്? ശരത്ത് ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ്. എല്ലാവരുടെ എൻ്റെ മനസ്സിലുമുണ്ട്, എല്ലാവരുടെ മനസ്സിലുണ്ട്. ഇന്ത്യ ചെയ്യുന്ന എന്താ ഇന്ത്യ എന്ന്, വൈ ദർ ഈസ് എ ലൾ എന്ന് നമുക്ക് തോന്നണം. അവർ ചെയ്യുന്ന പോലെ നമ്മൾ ചെയ്യുന്നില്ലല്ലോ. അത് ഞാൻ കുറച്ചുകൂടെ വായിക്കുകയും ഇൻ്റർനാഷണൽ ഡിസ്കഷൻസൊക്കെ ശ്രദ്ധിക്കുകയും കുറച്ചുകൂടെ പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, നമ്മൾ എക്സലൻ്റായിട്ടാണ് നമ്മുടെ മോഡിജിയും ജയശങ്കർജിയും അജിത് ഡോവൽജിയും ഡിഫൻസ് മിനിസ്റ്ററും എല്ലാവരും എക്സലൻ്റ്, നമ്മുടെ അഡ്വൈസേഴ്സും എല്ലാം എക്സലൻ്റായിട്ടാണ് പോകുന്നത്. വേൾഡ് തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. അത് ചുമ്മാ തള്ളല്ല, വേൾഡ് തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 500 ഡ്രോൺ പോയിട്ട് നമുക്ക് കാഷ്വാലിറ്റി ഇല്ല. സിവിലിയൻ കാഷ്വാലിറ്റി ഇങ്ങനെ നെഗ്ലിജിബിളായിട്ട്, മിലിറ്ററി കാഷ്വാലിറ്റി ഇല്ല. നമ്മൾ കറക്റ്റ് രീതിയിൽ തന്നെയാണ് പോകുന്നത്. അപ്പം നമുക്കൊരു പ്ലാനുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അവർക്കത്, ഇപ്പം നേരത്തെ പറഞ്ഞ ആളുകൾക്കൊന്നും ഐ ആം നോട്ട് ട്രൈങ് ടു ക്വസ്റ്റ്യൻ ദെയർ വിസ്ഡം. അവർക്ക് പറയാൻ പറ്റില്ല, പക്ഷേ എനിക്ക് പറയാം. അതായത് പിന്നെ നമ്മളുടെ പ്ലാൻ ഡിസൈൻ എന്ന് വെച്ചാൽ, ഈ പാകിസ്ഥാന് മാക്സിമം ഒരു 10 ദിവസത്തിനുള്ള ആർണമെൻറ്റ്സും ഫ്യൂവലും ഒക്കെ ഉള്ളൂ. അപ്പോൾ നമ്മൾ മിണ്ടാതിരിക്കുക, അങ്ങനെ തീരെ മിണ്ടാതിരിക്കുകയല്ല, അത്യാവശ്യമുള്ള ചെറിയ ഇതിനൊക്കെ നമ്മൾ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ആദ്യം സിന്ദൂർ 1 ചെയ്തു, അപ്പോൾ അവന്മാരെ തിരിച്ചടിച്ചു. അപ്പോൾ രണ്ടാമത് നമ്മൾ കൊടുത്തു, സിന്ദൂർ 2. പിന്നെ നമ്മളൊന്ന് സ്ലോ ചെയ്തു. അതായത് നമ്മളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുകയാണ്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് മുന്നേ ബാലാക്കോട്ടും പുൽവാമയൊക്കെ ചെയ്തപ്പം നമ്മുടെ തത്വ ആചാര്യന്മാർക്ക് ചെറിയൊരു അബദ്ധം പറ്റുമെന്നൊരു സംശയമുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ഇതെല്ലാം എക്സ്പോസ് ചെയ്തിട്ട് നമ്മളെ പ്രതിയാക്കി. നമ്മളിവിടുത്തെ പത്രങ്ങളൊക്കെ പറയുന്നുണ്ട് അത് അവർ ചെയ്തതിന് പകരം പോയതാണ്. അതുകൊണ്ടാണല്ലോ മറ്റേ അദ്ദേഹം അഭിനന്ദൻ അങ്ങ് അപ്പുറത്ത് വീണുപോയതും അതാണ്. ഞാൻ F-16 എതിരായിട്ട് MiG-21 വിട്ടു. അപ്പോൾ ഒരു ചെറിയൊരു പ്രിപ്പറേഷൻ കുറവുണ്ട്. അപ്പം വാദി പ്രതിയായതുപോലെയാണ് ഇൻ്റർനാഷണൽ ഫോറത്തിലൊക്കെ പാകിസ്ഥാൻ അത് അവതരിപ്പിച്ച്. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ഭയങ്കര കോഷ്യസാണ്. നമ്മളെല്ലാം ഡോക്യുമെൻ്റ് ചെയ്യുകയും ഡിജിറ്റലൈസ് ചെയ്യുകയാണ്. എല്ലാ ഡ്രോൺ ആക്രമണത്തിനും എല്ലാ മിസൈൽ ആക്രമണത്തിനും നമ്മൾ അതിൻ്റെ പിക്ചേഴ്സ് എടുത്ത് വയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് നാളെ ഒരു വിഷയമാവും. അപ്പോൾ പാകിസ്ഥാൻ തിരിച്ചടിച്ചു. പിന്നെ നമ്മൾ സിന്ദൂർ 3 ആക്ച്വലി ചെയ്തിട്ടില്ല, നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ കയറി അങ്ങ് ആക്രമിക്കാൻ. പക്ഷേ ഈ ആക്രമണം കടുക്കാനുള്ള കാര്യം, അവർ 500 ഡ്രോൺസ് വിട്ടു. ഒരെണ്ണം പോലും നമ്മുടെ മിലിറ്ററി ഇൻസ്റ്റാളേഷനിൽ വീണില്ല എന്നുള്ളത് സത്യമാണ്. വീണിരുന്നെങ്കിൽ ഇത് നമ്മളെ വാർ തന്നെ അവർക്കെതിരായിട്ട് ഡിക്ലെയർ ചെയ്യായിരുന്നു. ഇതുവരെ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല ഇന്ത്യ. വാറിലാണ്, ഫോർമലി നമ്മൾ വാറിലാണ്. പാകിസ്ഥാൻ ഡിക്ലെയർ ചെയ്തു, പക്ഷേ നമ്മൾ വാർ ഡിക്ലെയർ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ വെയിറ്റിംഗ്, നമുക്കൊരു പ്ലാനുണ്ട്. അത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു സിമ്പിൾ തോട്ടിൽ ഒരാഴ്ച അവർക്ക് സമയം കൊടുക്കും തോന്നുന്നു. ഇന്നലെ തൊട്ട് ഒരാഴ്ച മാക്സിമം. അവരത് നിർത്തിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ഓൾ ഔട്ട് വാറിന് പോകും. നമ്മൾ ഇങ്ങനെയല്ല, ഇതിൻ്റെ ഭാവവും രൂപവും എല്ലാം മാറും. അതെ, അതാണ് ഒരു ചെറിയ ലള്ളുള്ളത്. നമുക്ക് കാഷ്വാലിറ്റി ഇല്ല. അവരെന്താ ഈ കൂടുതൽ ഇങ്ങനെ ആക്രമിക്കുന്നത് പറഞ്ഞാൽ, ഈ ഇത്രയും 500 ഡ്രോണൊക്കെ വിട്ടിട്ട് ഒന്നും ലക്ഷ്യത്തിൽ കണ്ടില്ല.
സിവിലിയൻസാണ് കൊല്ലപ്പെടുന്നത്. അപ്പോൾ അവർ വീണ്ടും ഒന്ന് ആഞ്ഞു നോക്കുകയാണ്. അവരുടെ ഫൈറ്റർ പൈലറ്റ് ജെറ്റ്സ് വന്നു, അത് താഴെ പോയി. അപ്പോൾ അതുകൊണ്ട് അവർ വീണ്ടും ഡ്രോണിലിങ്ങനെ തന്നെ നിൽക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം, ഇത് ശരത്തിനറിയാമല്ലോ, ഇത് പാകിസ്ഥാൻ ഗവൺമെൻറ് ഷെറീഫ് തുടങ്ങിയതല്ല ഈ യുദ്ധം. ഇത് ചൈനയാണ് ആക്ച്വലി ഇളക്കി വിട്ടത്. അപ്പോൾ അതിൻ്റെയൊക്കെ റീസൺ നമ്മൾ നേരത്തെ ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ട്രേഡ്, അമേരിക്കയായിട്ടുള്ള ട്രേഡ്, യൂറോപ്യൻസ് ആയിട്ടുള്ള ട്രേഡ് ചൈനയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇവിടെ വരാതിരിക്കാൻ വേണ്ടി മാത്രം പാകിസ്ഥാൻ ഇളക്കി വിട്ടതാണ്. പാകിസ്ഥാനല്ല, ഈ മൗലവി മുനീറിനെ ഇളക്കി വിട്ടതാണ്. അപ്പോൾ മൗലവി മുനീർ ചൈന പറഞ്ഞാൽ മാത്രമേ ഇത് നിർത്തുള്ളൂ, വേറെ ലോകത്തിൽ ആര് പറഞ്ഞാലും നിർത്തില്ല. കാരണം ഇയാൾക്ക് ഇഷ്ടംപോലെ പൈസയൊക്കെ ഇംഗ്ലണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുകയാണ്, അസറ്റ്സും എല്ലാം ഇംഗ്ലണ്ടിലും USA ഒക്കെ ഉണ്ട് ഈ മുനീറിന്. അതല്ല പാകിസ്ഥാൻ മിലിറ്ററി ഓഫീസേഴ്സിന്, എനിക്ക് തോന്നുന്നു ലെഫ്റ്റനൻ്റ് കേണലോട്ട് മുകളിലോട്ടുള്ള അവരുടെ മക്കൾ USA പഠിക്കുന്നു, ഇംഗ്ലണ്ടിലും USA-ലും കാനഡയിലും ആണ് ഇവരുടെ ഇല്ലീഗൽ അസറ്റ്സ് പാർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പം ഇവർക്കൊരു പ്ലാൻ കാണും, പതുക്കെ ഞങ്ങളുടെ ജോലി ചെയ്തു എന്ന് പറഞ്ഞിട്ട് പതുക്കെ മുനീറും സംഘവും. ഇപ്പം തന്നെ ഇസ്ലാമാബാദ് എയർപോർട്ടിൽ ഭയങ്കര ഇടിയും തള്ളുമാണ്. എല്ലാം എലൈറ്റ് ക്ലാസ്സാണ്, മിലിറ്ററി ഓഫീസേഴ്സിൻ്റെ ഫാമിലി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഒരു സ്ക്രാംബ്ലിംഗ് ആണ് അവിടെ നടക്കുന്നത്. അപ്പം ചൈന പറഞ്ഞുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പം ചൈന നിർദ്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ടൂ മച്ച് ആയി പോവും, റിസ്കി ആയി പോവും പാകിസ്ഥാന് എന്നുള്ളതാണ് വരാൻ പോകുന്നത്. ഇനി നമ്മൾ ക്ഷമിക്കുകയാണ്, പക്ഷെ നമ്മുടെ ക്ഷമ നെല്ലിപ്പലക കണ്ടു കഴിഞ്ഞാൽ പിന്നെ ഓൾ ഔട്ട് പാകിസ്ഥാൻ അറ്റാക്ക്, നമ്മുടെ നേവി ഒന്നും തുടങ്ങിയിട്ടില്ല, നമ്മുടെ ഫൈറ്റർ ജെറ്റ്സ് പോയിട്ടില്ല. പിന്നെ ഇതുവരെ ഇത് പൃഥ്വി അഗ്നി ആവശ്യമില്ല, പൃഥ്വി ഒന്നും നമ്മളിപ്പോൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. പിന്നെ ബ്രഹ്മോസ് ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക് മിസൈലിന് അഗൻസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇതുപോലെ ഡ്രോണിന് അഗൻസ്റ്റ് ആയിട്ട് അതിന് വേറെ നമുക്ക് മൾട്ടി ലെയർഡ് എയർ ഡിഫൻസ് സിസ്റ്റമുണ്ട്. അതിൽ ഏറ്റവും ഹയസ്റ്റാണ് ഇത് S-400, S-400 വെച്ചിരിക്കുന്നത് ഇതുപോലുള്ള ഡ്രോണുകളെ പിടിക്കാനല്ല, അത് പിന്നെ ഇൻ്റർകോണ്ടിനൽ ബാലിസ്റ്റിക്കും F-16 അവരുടെ ചൈനീസ് ജെറ്റ്സ് അതിനെയൊക്കെ പിടിക്കാനാണ്. നമ്മൾ കറക്റ്റായിട്ടെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു ഏറ്റവും ഈ ഡിഫൻസ് ഫോഴ്സസാണ് ഇതിലെല്ലാം ഹീറോസ്, സമ്മതിച്ചു. പക്ഷേ ഒരു വെപ്പൺ നമ്മൾ എടുത്ത് പറഞ്ഞേ പറ്റൂ. ഇപ്പോൾ ഈ പാകിസ്ഥാനി, ചൈനീസ്, ടർക്കിഷ് ഡ്രോൺസിനെ മുഴുക്ക മുക്കിയത് ആകാശ് മിസൈൽ. ആകാശ് ട്രമൻഡസ് വർക്കാണ് ചെയ്യുന്നത്. അത് മാത്രമല്ല, വേറൊരു കാര്യം, ഇവിടെ ആൾബലം കൊണ്ടും ആയുധബലം കൊണ്ടും ഇന്ത്യക്ക് പാകിസ്ഥാനേക്കാൾ ആധിപത്യമുണ്ട്. എന്നിട്ട് പോലും പാകിസ്ഥാൻ ഈ പ്രകോപനം നടത്തുകയാണ്. അവരുടെ ആത്മവിശ്വാസമായിട്ട് അവർ കരുതുന്നത്, എനിക്ക് തോന്നുന്നു, അണുവായുധമാണെന്ന് തോന്നുന്നു. അണുവായുധം പ്രയോഗിച്ച് ഇന്ത്യയോട് നേരിട്ട് മുട്ടി നിൽക്കാൻ അവർക്ക് പറ്റുമോ? ഇന്ത്യ അതിനേക്കാൾ ശക്തമല്ലേ? ഞാനും ശരത്ത് ചിന്തിച്ച അതേ രീതിയിൽ തന്നെയാണ് ഞാനും ഇടയ്ക്ക് ആലോചിച്ചത്. ഇപ്പോഴല്ല, ഒരു 10-15 ദിവസം മുമ്പ് വരെ പാകിസ്ഥാൻ, നമുക്ക് ഈ ഹൈപ്പോത്തറ്റിക്കലായിട്ട് ചിന്തിക്കാമല്ലോ, പാകിസ്ഥാൻ ന്യൂക്ലിയർ ബോംബ് പ്രയോഗിച്ചാൽ എന്താ ഇന്ത്യ എങ്ങനെ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഞാനൊരു 2 ആഴ്ചയ്ക്ക് മുമ്പ് മനസ്സിലാക്കിയത്, റിലയബിൾ സോഴ്സിൽ മനസ്സിലാക്കിയത്, അത് കംപ്ലീറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ ആർസണൽസ് അവർ പറയുന്നത് 170 ഉണ്ടെന്നാണ്. അതൊന്നാമത് പച്ചക്കള്ളമാണ്. കാരണം ഈ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, ടാക്റ്റിക്കൽ ന്യൂക്ലിയർ വെപ്പൺസ് എന്ന് പറയുന്നത് ഉണ്ടാക്കാൻ പറഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലിയാണ്. അങ്ങനെ ചുമ്മാ നമ്മളെ മറ്റേ മുക്കോടൊക്കെ ഉണ്ടാക്കും പോലെ, പീരങ്കിയുടെ ഷെല്ലുണ്ടാക്കുന്ന പോലെ അല്ല, ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. പിന്നെ വേറെ അവന്മാർ കള്ളമേ പറയും. അവർ കള്ളം പറഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യും. ഇപ്പം 170 അവർക്ക് ഉണ്ട് എന്ന് നമ്മൾ ചിലപ്പോൾ ഗൂഗിളിൽ പോയി നോക്കും, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോയി നോക്കും. വിക്കിപീഡിയ എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇന്ത്യനാണ്. പിന്നെ BBC ആൻറ്റി ഇന്ത്യൻ, CNN, ന്യൂയോർക്ക് ടൈംസ്, ഇതെല്ലാം ഇന്ത്യക്ക് ഭയങ്കര അഗൻസ്റ്റാണ്. അത് ട്രംപ് വന്നിട്ട് പോലും അവർ മാറ്റിയിട്ടില്ല. അപ്പം ഇവന്മാർ പറയും
പാകിസ്ഥാൻ ഇപ്പോൾ 150, ഇന്ത്യക്ക് 160, നമ്മൾ പറയില്ല എത്രയുണ്ടെന്ന്, 180. അല്ലാതെ നമുക്ക് അവിടെ പോയി വെരിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ എൻ്റെ ഒരു പോലീസ് ബുദ്ധിയിൽ പിന്നെ ഇതെല്ലാം വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് 50 ന്യൂക്ലിയർ വെപ്പൺസ് അവരുടെ കയ്യിൽ കാണും. അതും ചൈന സഹായിച്ചിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. എത്ര ഇപ്പം തകർന്നു വീഴുന്ന ടർക്കിഷ് ചൈനീസ് പോലെ അത്ര സാധനങ്ങളാണോ എന്നും നമുക്ക് അറിഞ്ഞൂടാ. 50 എന്ന് വെച്ചോളൂ. പക്ഷെ ആ ന്യൂക്ലിയർ വെപ്പൺസ് ഇപ്പം പാകിസ്ഥാൻ്റെ കയ്യിലില്ല എന്നാണ് ഞാൻ ഇപ്പം ഒരു 10-15 ദിവസം മുമ്പ് ഞാൻ മനസ്സിലാക്കിയത്. എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇന്ത്യയായിട്ട് ഇപ്പം അഥവാ ഇന്ത്യയായിട്ട് എൻഗേജ് ചെയ്താൽ ഇവർ പറയും ഞങ്ങളുടെ കയ്യിൽ മറ്റേ സാധനമുണ്ട്, അതെടുത്ത് ചുമ്മാ എല്ലാം കാണാനല്ല വെച്ചേക്കണം, എടുത്തിടും എന്ന് ഇവന്മാർ എപ്പോഴും പറയുമ്പം തന്നെ എന്തോ അതിനകത്തൊരു കള്ളത്തരമുണ്ട്. ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. 50 50. അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ റോത്ത് ചൈൽഡ്സ് എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര ഒരു ആഗോള ഭീമനുണ്ട്. അവർ ഇതാണ്, ഫൈനാൻസ് കമ്പനിയാണ്, ജൂതന്മാരുടെയാണ്. ഇറ്റ്സ് അബൌട്ട് 150 years ഓൾഡ്. ജർമ്മനിയിൽ നിന്ന് തുടങ്ങിയാണ്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും വലിയ, ഇവരെക്കാളും വലിയ ആളുകളാണ് വാൻഗാർഡും ബ്ലാക്ക് റോക്കും. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാണ് വേറൊരു എപ്പിസോഡിൽ. ബ്ലാക്ക് റോക്ക്, വാൻഗാർഡ്, പിന്നെ സ്റ്റേറ്റ് സ്ട്രീറ്റ്, ഇതെല്ലാം ജൂതരുടെ. അതായത് നമ്മുടെ അംബാനിയല്ല, അംബാനിയോ നമ്മുടെ അദാനിയോ അവരെക്കാളും എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ 4.2 trillion ആണ് നമ്മുടെ GDP. ഈ വാൻഗാർഡിൻ്റെ 12 trillion. എന്ത് ഹ്യൂജാണെന്ന് ആലോചിക്കുക. അപ്പോൾ അതേപോലെ റോത്ത് ചൈൽഡ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഒരു സാധനമുണ്ട്, ഒരു കമ്പനിയുണ്ട്, അമേരിക്കനാണ്. അവർക്ക് പണയം വെച്ചിരിക്കുകയാണ് ഈ ന്യൂക്ലിയർ വെപ്പൺസ് USA പറഞ്ഞിട്ട്. എന്നിട്ട് അതിനെ ഇസ്ലാമാബാദിൽ നിന്ന് രഹസ്യമായിട്ട് എല്ലാം കംപ്ലീറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു 2 വർഷം മുമ്പ് മറ്റോ ആണെന്നാണ് ഞാൻ അറിഞ്ഞത്. അത് കടത്തി സൗദിയുടെ ബേസിൽ, അമേരിക്കൻ ബേസിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. പക്ഷെ ചുമ്മാ അവിടെ കൊണ്ട് വയ്ക്കില്ല. അതിൻ്റെ കോഡും എല്ലാം മാറ്റി, അമേരിക്കൻ കൂടെ ഇടപെട്ട് അതിൻ്റെ കോഡും എല്ലാം മാറ്റി. ഇപ്പോൾ പാകിസ്ഥാൻ അത് പ്രയോഗിക്കണമെങ്കിൽ അമേരിക്കയുടെ നിന്ന് അല്ലെങ്കിൽ സൗദിയുടെ കാല് പിടിച്ച് റോസ് ചൈൽഡ്സിനെ വിരട്ടി അത് സംഭവ്യമാണോ? അതൊന്ന്. അതുകൊണ്ട് അവർ ഡർട്ടി ബോംബ് ഉണ്ടാക്കാനായിട്ട് കിണഞ്ഞ് ശ്രമിക്കുകയാണ്. ഡർട്ടി ബോംബ് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ, നോട്ട് ന്യൂക്ലിയർ. ഇറാൻ ഡർട്ടി ബോംബ് ഉണ്ടാക്കാനാണ് നോക്കുന്നത് മാക്സിമം. ഇറാന് പോലും പെട്ടെന്ന് ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലിയാണ്. അവർ പറയുന്ന 170, അതൊക്കെ കള്ളക്കണക്കാണ്. അത് വെസ്റ്റും കൂടെ ചേർന്ന്, ഇപ്പം ഈ ശരത്തിനറിയാമല്ലോ, ഈ 2025 ജനുവരി 20 വരെ നമ്മളെ ഉപദ്രവിക്കാൻ ഫ്രണ്ടിൽ നിന്നത് അമേരിക്കയാണ്, USA ആണ്. USA, UK ഇവരടങ്ങുന്ന ഒരു ഗ്യാങ്ങാണ്. ഇസ്രായേലും റഷ്യയും ഇന്ത്യയും മാത്രമാണ് ഇന്ത്യയെ അനുകൂലിച്ചത്. ബാക്കി എല്ലാവരും ഈ വെസ്റ്റ് ടോട്ടലി പാകിസ്ഥാൻ അനുകൂലം, ഇവർക്ക് പിന്നെ അമേരിക്കയ്ക്ക് അനുകൂലമായിരുന്നു. അപ്പം അമേരിക്ക പറയണത് പോലെ അമേരിക്ക ഇന്ത്യയെ ഉപദ്രവിക്കുകയും ഇന്ത്യക്കെതിരായിട്ട് പാകിസ്ഥാനെ ബൂസ്റ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് പിന്നെ എക്സാജറേറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവരിലെല്ലാം അതുണ്ട് ഇതുണ്ട്. അതുകൊണ്ട് ഈ യുദ്ധം വരുമ്പം, ഇപ്പോൾ ഉദാഹരണം കാർഗിൽ വാർ, അമേരിക്ക ഒന്ന് പിടിച്ചു മാറ്റി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇന്ത്യ ജയിച്ചു. എന്നാലും അമേരിക്ക പറഞ്ഞു കൊടുക്കുന്നത് അത് അവരുടെ കയ്യിൽ മറ്റേ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ട്. അന്ന് ഇയാൾ പർവേസ് മുഷറഫ് കുറേ വാചകം അടിച്ചിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. അത് നിങ്ങളുടെ ആർമിയുടെ ഫ്രണ്ടിൽ ഞങ്ങൾ ചെറിയ ന്യൂക്ലിയർ ബോംബ് പൊട്ടിക്കും, അത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിനേക്കാൾ കുറച്ചുകൂടെ വലുത് പൊട്ടിക്കും എന്നൊക്കെ ഇയാൾ വിളിച്ചു പറഞ്ഞത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഇയാളുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് ശരിയാണെന്ന് ഈ അമേരിക്കയും ഇംഗ്ലണ്ടും ഒക്കെ നമ്മുടെ സെക്യൂരിറ്റി അഡ്വൈസേഴ്സിനെ വിളിച്ചു പറയും, അത് സംഭവം ശരിയാണ് കേട്ടോ, ഇന്ത്യക്ക് അവിടെ പോയി നോക്കാൻ നോക്കില്ലല്ലോ, അതുകൊണ്ട് നിങ്ങൾക്കും നാശം ഉണ്ടാവും അവർക്കും. ഇത് കള്ളമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൽ തന്നെ ശരത്തിനറിയാം, നമ്മുടെ ഹിസ്റ്ററിയൊക്കെ വായിക്കുമ്പം ഈ വാർ ഇൻഫർമേഷൻ അതൊരു സ്ട്രാറ്റജിയാണ്. പച്ച കള്ളം പറഞ്ഞു. അതിനുവേണ്ടി ഒരു മിനിസ്റ്ററെ തന്നെ, ഗീബൽസ് എന്ന് പറഞ്ഞ് മിനിസ്റ്ററെ തന്നെ ജർമ്മനി ഉണ്ടാക്കി. വേറെ ആരും അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ് പരത്തുക, പിന്നെ ഊന്നു പോവുകയാണെങ്കിൽ പറന്നു പോയെന്ന് പറഞ്ഞ് പരത്തുക, അത് പണ്ടേ ഉള്ള സ്ട്രാറ്റജിയാണ്.
അത് തന്നെയാണ് പാകിസ്ഥാനും പ്രയോഗിക്കുന്നത്. പാകിസ്ഥാൻ്റെ കയ്യിൽ സാധനമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഥവാ ഉണ്ടെങ്കിലും ഇന്ത്യയിലൂടെ അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. അവരുടെ കയ്യിലുള്ളത് മറ്റേ ഇത് ഡെലിവറി ചെയ്യണമല്ലോ. ഡെലിവറി ചെയ്യുന്ന ഒന്ന് F-16 വഴി, അല്ലെങ്കിൽ J-20 വഴി. J-20യിൽ നിന്ന് അവർ കയറ്റി വിടില്ല, കാരണം അത് ചൈനയുടെ സാധനമാണ്. അവിടെ തന്നെ ചിലപ്പോൾ പൊളിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അവരുടെ മറ്റേ ഗസ്നി മറ്റേ ബാബർ എന്നൊക്കെ പറഞ്ഞ് കുറേ മിസൈൽസ്, ഇതെല്ലാം ചൈനീസാണ്. അവരെന്ത് സാധനവും ചൈനീസ് സാധനത്തിൻ്റെ മുകളിൽ അൽ പാകിസ്ഥാൻ, അൽ കബീർ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട്, ഇതിപ്പോൾ നമ്മൾ ഈ ഏപ്രിൽ 22 ശേഷമാണോ തൊട്ട് മുമ്പോ ഒരു മിസൈൽ അവർ പരീക്ഷിച്ചു, അതിനകത്ത് അൽ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ചൈനീസ് സാധനങ്ങളാണ്. അപ്പം ഈ ഡെലിവറി സിസ്റ്റം ഉണ്ട്. ഈ ഡെലിവറി സിസ്റ്റം ഒന്നും എത്ര എഫിഷ്യൻ്റ് ആണെന്നും ഇപ്പോൾ ചൈന വേർക്കുകയാണ്, സ്വെറ്റ് ചെയ്യുകയാണ്. കാരണം ഈ ലോകത്തിൻ്റെ മുമ്പ് ഇവരുടെ ഒരു സാധനവും വർക്ക് ചെയ്യുന്നില്ല. ഈ പാകിസ്ഥാൻ മാത്രമേ ഉള്ളൂ, ആഫ്രിക്കയിലെ കുറച്ച് രാജ്യങ്ങൾ, പാകിസ്ഥാനിൽ മാത്രമേ ഈ ചൈനീസ് സാധനങ്ങൾ വാർ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതിന് ഒരു ലിറ്റ്മസ് ടെസ്റ്റും കൂടെയാണ്. ചൈന ചെയ്തത് അബദ്ധമല്ലേ എന്ന് നമുക്ക് ആലോചിക്കേണ്ടിയിരിക്കുന്നത്. ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് ഇപ്പോൾ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ന്യൂക്ലിയർ നമ്മൾ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അത് നമ്മൾ അടുത്തെത്തില്ല. നമുക്ക് ഒരുപാട് ഭയങ്കര ബ്യൂട്ടിഫുൾ ഡെലിവറി സിസ്റ്റംസ് ഉണ്ട്. നമുക്ക് മിറാഷ് 2000 കയറ്റിവിടാം. പിന്നെ നമ്മുടെ കുറേ മിസൈൽസ് ഉണ്ട്, അതിലെല്ലാം കയറ്റിവിടാം. അഗ്നി പല അറിയാമല്ലോ, അഗ്നി 1, 2, 3, 4, 5. 5 ഒന്നും വേണ്ട. 5 ഒക്കെ അങ്ങ് യൂറോപ്പിലൊക്കെ പ്രയോഗിക്കേണ്ടതുണ്ട്, ചെയ്താണ്. പിന്നെ ബ്രഹ്മോസിൽ വയ്ക്കാം. ഒരുപാട് ഓപ്ഷൻ നമുക്കുണ്ട്. പിന്നെ സബ്മറൈനിൽ, അത് എപ്പോഴും സബ്മറൈനിൽ അത് തൊടുത്ത് വെച്ചിരിക്കുകയാണ്. ന്യൂക്ലിയർ സബ്മറൈനും ഉണ്ട്. ഇപ്പോൾ സെക്കൻഡ് സ്ട്രൈക്ക് പാകിസ്ഥാന് പവറില്ല. സെക്കൻഡ് സ്ട്രൈക്ക് നടത്തണമെങ്കിൽ ചൈന സഹായിക്കണം. സെക്കൻഡ് സ്ട്രൈക്ക് സ്ട്രൈക്ക് കേപ്പബിലിറ്റി എപ്പോഴും ന്യൂക്ലിയർ സബ്മറൈൻ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഇന്ത്യക്ക് 3 ന്യൂക്ലിയർ സബ്മറൈൻ ഇപ്പോൾ ഉണ്ട്. പിന്നെ അല്ലാതെ വേറെയൊക്കെ ഉണ്ട്. അപ്പം അവരെവിടെ കിടക്കുന്നെന്ന്, എവിടെയാണ് ലൊക്കേഷൻ എന്ന് ന്യൂക്ലിയർ സബ്മറൈൻ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം പാകിസ്ഥാൻ്റെ വെറും ഓലപ്പാമ്പാണ് ന്യൂക്ലിയർ. ഇവിടെ ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ലോകരാജ്യങ്ങളുടെ ഇന്ത്യക്ക് നൽകുന്ന നിലപാടുകളും നോക്കേണ്ടതുണ്ട്. അപ്പം പ്രത്യക്ഷത്തിൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ US-ന്റെ ബിസിനസ് ബുദ്ധിയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ടെററിസത്തിനെതിരെ ഇന്ത്യ, അത് US അടക്കം, അതുപോലെ തന്നെ ചൈന, അവരുടെ നിലപാടുകൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ചൈന അവരുടെ ആയുധങ്ങൾ വിൽക്കാനാണ് നിൽക്കുന്നതെങ്കിൽ US ഇവിടെ പരമാവധി ടെററിസത്തിനെതിരെ എന്നൊരു ബാഡ്ജ് നൽകുന്നുണ്ട് ഇവിടെ. അപ്പോൾ മാത്രമല്ല JD വാൻസ് അടക്കം കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇന്ത്യ ഇപ്പോൾ ആയുധം എടുത്തു കഴിഞ്ഞാൽ താഴെ വയ്ക്കാൻ പറയാൻ പറ്റില്ല എന്നൊരു നിലപാട് കൂടെ പറയുന്നുണ്ട്. അപ്പം പൊതുവെ ഒരു ടെററിസത്തിനെതിരെ അമേരിക്ക നടത്തുന്ന ഒരു പോരാട്ടം കൂടിയായിട്ട് ഇതിനെ കാണാൻ പറ്റില്ല. ശരത്ത്, ഇപ്പോൾ എനിക്കൊന്ന് ഇന്നത്തെ നമ്മുടെ ഈ എപ്പിസോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാചകമാണ് JD വാൻസിൻ്റെത് പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ അത് വിട്ടുപോയാണ്. JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എനിക്ക് തോന്നുന്നു നമ്മുടെ വിദഗ്ധന്മാർക്കൊക്കെ അറിയാം, റെസ്പോൺസിബിളായിട്ടുള്ള, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകൾക്കൊക്കെ അറിയാം JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ പുറകിൽ എന്താണെന്നുള്ളത്. പക്ഷെ നമ്മുടെ മീഡിയയ്ക്കൊന്നും അത് ശരിയായിട്ട് മനസ്സിലായിട്ടില്ല. JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ശരത്ത് പറഞ്ഞ പോലെ കഴിഞ്ഞ 3 ദിവസം മുമ്പ് അത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ തീർത്തോളും, ഇന്ത്യ കൈകാര്യം ചെയ്യും, നമ്മൾ ഇടപെടുന്നില്ല. ദാറ്റ് ഈസ് എ ബിഗ്, ഒരു മാമത്ത് സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്ന് വെച്ചാൽ ഇന്നേ വരെ പാകിസ്ഥാനെ വളർത്തിയതും മോളിക്കൊടിൽ ചെയ്തതും എല്ലാം USA. ചൈന എപ്പോഴും ഉണ്ട്, പക്ഷേ അമേരിക്കയുടെ പവർ ചൈനയ്ക്കില്ലല്ലോ. അപ്പം എപ്പോഴും USA ആണ് ബെസ്റ്റ് വെപ്പൺസ്. ഇപ്പോൾ വേറൊരു ചെറിയൊരു ചേഞ്ച് എന്ന് പറയുന്നത്, ഇത്രയും നാളും 71 വാറ്, കാർഗിൽ വാറ്, അതുവരെ പാകിസ്ഥാൻ അമേരിക്കൻ വെപ്പൺസാണ് നമുക്കെതിരായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആദ്യമായിട്ട് അമേരിക്കൻ വെപ്പൺസ് കുറച്ച് നാളായിട്ട് അവർക്ക് കിട്ടുന്നില്ല. ആദ്യമായിട്ട് ചൈനീസ് വെപ്പൺസാണ് ഉപയോഗിക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത്രയും നാൾ ഈ അമേരിക്കയാണ്, USA ആണ് പാകിസ്ഥാനെ, അവർക്കൊരു USA-ക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ഇന്ത്യ അവർക്ക് അത്ര താല്പര്യമില്ല. റഷ്യയായിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് അടുക്കുന്നു. നമ്മൾ പറഞ്ഞ USA പറയുന്ന പോലെ ഒന്നും ഇന്ത്യ കേൾക്കുന്നില്ല. അതുകൊണ്ട്
അവർക്ക് പാകിസ്ഥാനോടാണ് 80 വർഷമായിട്ട് അവർക്ക് താല്പര്യം. പക്ഷേ എല്ലാവർക്കും അറിയുന്ന പോലെ ഇപ്പം മാറി. അപ്പോൾ ഈ JD വാൻസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അമേരിക്ക ഇടപെടില്ല എന്ന് തന്നെയാണ്. ഒരു കാരണവശാലും ഞങ്ങൾ ഇടപെടില്ല. അതിനിടയ്ക്ക് മൈക്രോബിയും അതുപോലുള്ള ചെറിയ ആളുകളൊക്കെ നിങ്ങൾ സംയമനം പാലിക്കണേ അടികൂടരുതെന്നൊക്കെ അവർ പറയുമെങ്കിൽ അത് നമ്പറാണ്. JD വാൻസ് പറഞ്ഞു തന്നെ. JD വാൻസ് നമ്മുടെ ട്രംപ് ജിക്ക് ഒരു പനി വന്നാൽ, ഒരു വൈറൽ ഫീവർ വന്നാൽ അമേരിക്കൻ USA പ്രസിഡന്റ് എന്ന് പറയുന്നത് JD വാൻസാണ്. അപ്പോൾ മാത്രമല്ല അടുത്ത ഇലക്ഷന് JD വാൻസ് ആണ് USA പ്രസിഡന്റ് എന്നും സ്ട്രോങ് ആയിട്ട് ഗ്രേപ്പ് വൈനുണ്ട്. പിന്നെ അവർ തമ്മിലൊരു ഭയങ്കര കെമിസ്ട്രിയാണ് ഈ JD വാൻസും ട്രംപും തമ്മിൽ. അപ്പോൾ ട്രംപും JD വാൻസും കൂടെ ആലോചിച്ചിട്ടാണ് ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ വരുന്നത്. ആദ്യം ട്രംപ് പറഞ്ഞാൽ ഇവർ തമ്മിൽ 1500 വർഷം യുദ്ധം ചെയ്യാൻ തുടങ്ങിയത്. പാകിസ്ഥാൻ വന്നത് 1947 ട്രംപിന് അറിഞ്ഞിടാത്തതുകൊണ്ടല്ല, അതൊരു ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കിക്കോണം പിന്നെ USA മാറി. അതിന് പുറകെയാണ് ഈ JD വാൻസ് ഇത് പറഞ്ഞത്. JD വാൻസ് പറഞ്ഞത് വഴി അയാൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ കൈ കഴുകി, നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ബംഗ്ലാദേശിനെ നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, ഞങ്ങൾ ഇടപെടില്ല എന്ന് പറഞ്ഞ പോലെ പാകിസ്ഥാനെ എന്താണെന്ന് വെച്ചാൽ. പക്ഷേ ഈ സബ് കോണ്ടിനകത്ത് നിൽക്കണം, അത് പുറത്തോട്ട് അങ്ങനെ വരില്ല. പുറത്തോട്ട് വേറെ പാർട്ടികളൊന്നും വേറെ രാജ്യങ്ങളൊന്നും ഇതിനകത്ത് വരാതെ നിങ്ങൾ തമ്മിൽ തീർത്തോണം. പിന്നെ പാകിസ്ഥാൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോ. JD വാൻസ് പിന്നെ ശരത്തിന് എന്തെങ്കിലും സംശയമുണ്ടോ? JD വാൻസിനും ഇസ്രയേലിനും പാകിസ്ഥാൻ്റെ ന്യൂക്ലിയർ വാർഹെഡ്സ് എവിടെയാണ് ഇരിക്കുന്നതെന്ന് അറിഞ്ഞുകൂടാമെന്ന് അവർക്ക് വിചാരിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും അറിയാം. അങ്ങനെ ന്യൂക്ലിയർ വാർസ് ഉണ്ടെന്നും ഞങ്ങൾ മറ്റേ ദീപാവലിക്ക് വെച്ചിരിക്കുകയല്ല എടുത്ത് ഞങ്ങൾ പ്രയോഗിക്കും എന്നൊക്കെ പാകിസ്ഥാൻ പറയുമ്പം അമേരിക്ക അങ്ങനെയാണെങ്കിൽ നേരത്തെ ചെയ്തതുമല്ല, നേരത്തെ കള്ളം പറയുമായിരുന്നു അമേരിക്ക. ഇപ്പോഴത്തെ അഡ്മിനിസ്ട്രേഷൻ തീർച്ചയായിട്ടും ഇന്ത്യയെ വാൺ ചെയ്യുമായിരുന്നു. അത് വേണ്ട, യു സ്റ്റോപ്പ് ഇറ്റ്, ഇത്രയും മതി, ഞങ്ങൾ ഇടപെട്ട് മറ്റേ ടെററിസ്റ്റുകളെ ഹാൻഡ് ഓവർ ചെയ്യിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർ മീഡിയേറ്റ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ അതല്ല, അവൻ തൊലഞ്ഞു പോട്ടെ, പാകിസ്ഥാൻ തൊലഞ്ഞു പോട്ടെ എന്ന് തന്നെയാണ്. അതായത് ഇപ്പോഴത്തെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷനും എല്ലാം ഈ ചൈനയുടെ ഒരു പ്ലഗായിട്ട് പാകിസ്ഥാൻ ഇപ്പം മാറി. അതും USA ഒട്ടും ഇഷ്ടമല്ല. അപ്പം JD വാൻസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ദൂരവ്യാപകമായ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മാറി എന്ന്. അതോടെ പാകിസ്ഥാൻ്റെ ഗ്യാസ് പോയി, പാകിസ്ഥാൻ നിർത്തേണ്ടതാണ്. പക്ഷെ സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്നത് എന്നുള്ളത് എനിക്കറിഞ്ഞൂടാ, ഈ മുനീറിൻ്റെ ബുദ്ധി. അങ്ങയുടെ ഈ ഒരു ആൻസറിൽ നിന്ന് കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതായത് പ്രത്യക്ഷത്തിൽ ഇവിടെ ഒരു ആയുധ കച്ചവടത്തിനൊരു സ്കോപ്പ് കൂടെ കാണില്ല. അതാണ് ഇപ്പോൾ ചോദിക്കാൻ വരുന്നത്. അതായത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം റഷ്യയോട് അടുക്കുന്നത് റഷ്യക്ക് ഗുണമാണ്. ആയുധങ്ങൾ ഇപ്പം ഇന്ത്യ നല്ല രീതിയിൽ വാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അവർ തുർക്കിയെയും ചൈനയാണ് ആശ്രയിക്കുന്നത്. തുർക്കിയെ എനിക്ക് തോന്നുന്നു മതപരമായ എർദോഗാൻ്റെ നിലപാടുകളെല്ലാം സ്വാധീനിച്ചിട്ടായിരിക്കാം. ആ ഒരു നിലപാടുകളായിരിക്കും. ചൈന സത്യം പറയാൻ അവരുടെ കച്ചവടമാണ്. ചൈനയ്ക്ക് കച്ചവടം നടത്തിയിട്ട് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ അവിടെ? അങ്ങനെ ഒരു കാര്യങ്ങൾ. അപ്പോൾ ഇവിടെ ആയുധ കച്ചവടം അല്ലേ പൊതുവെ, ആയുധത്തിൻ്റെ പേരിലല്ലേ ടെററിസത്തിനേക്കാൾ ഇവിടെ മുന്നിട്ട് നിൽക്കുന്നത്? ശരത്തിൻ്റെ ചോദ്യം റിലവൻ്റാണ്. ശരിയാണ്, ആയുധ കച്ചവടം ഇതിനകത്തുണ്ട് സാമ്പത്തികമായിട്ടൊരു രാജ്യത്തിനെ പക്ഷേ കൊണ്ടുപോകാൻ. അതെ, ഈ പണം, മണി പവർ അല്ലെങ്കിൽ മണി, അതൊരു ഘടകം തന്നെയാണ് എല്ലായിടും. ഈ USA ആയിരുന്നാലും ശരി, ഈ ഒരു റഷ്യ ആയിരുന്നാലും USA ആയിരുന്നാലും ഇസ്രയേൽ ചിലപ്പം ഡിഫറെൻ്റ് ആയിരിക്കും. ഇസ്രയേലിനൊരു എന്തോ ഒരു ഇന്ത്യയോടൊരു വല്ലാത്ത അറ്റാച്ച്മെൻ്റ് ഉണ്ട്. നമുക്ക് അങ്ങോട്ടുണ്ടോ എന്ന് എനിക്ക് അത്രയും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ എന്ന് സംശയം. പക്ഷെ ബാക്കിയുള്ള രാഷ്ട്രങ്ങളല്ല, അമേരിക്ക ആയിരുന്നാലും റഷ്യ ആയിരുന്നാലും ആരായിരുന്നാലും ഇപ്പം നമ്മൾ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പോലെയോ അല്ലെങ്കിൽ നമ്മൾ തമ്മിലുള്ള ഒരു സ്നേഹബന്ധം പോലെയോ ഒന്നും രാജ്യങ്ങൾ തമ്മിലില്ല. എല്ലാം പണമാണ്. ഞങ്ങളുടെ ആയുധങ്ങൾ വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഓയിൽ വിൽക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഇപ്പം എന്തിനാണ് പിന്നെ ഇപ്പം JD വാൻസ് അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാനുള്ള വേറൊരു കാരണം ഞാൻ വിട്ടുപോയി. ഇപ്പോൾ ശരത്ത് ചോദിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. പ്രധാന കാര്യം പറഞ്ഞാൽ ഈ USA നോക്കി വെച്ചിരിക്കുന്നത് ഇന്ത്യയാണ് അടുത്തത്. ചൈന പോയി. ഇന്ന് ചൈനയിൽ നിന്നാണ് എല്ലാ സാധനവും പ്രൊഡ്യൂസ് ചെയ്ത് യൂറോപ്പിലും USA കൊണ്ടുവരുന്നത്. ഹാൻഡ് വാഷ് പോലും
മെയ്ഡ് ഇൻ USA, ആപ്പിൾ, ഇതെല്ലാം. അപ്പോൾ അതെല്ലാം അവർ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവർ നല്ലവണ്ണം ഹോംവർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ട്രംപും വാൻസും അവരുടെ വിദഗ്ധരൊക്കെ. എന്താ ഹൂ വിൽ ബി ദ സബ്സ്റ്റിറ്റ്യൂട്ട്, അത് ഇന്ത്യയാണ് അവർ കണ്ടുവച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഇന്ത്യ നശിച്ചു പോകാനും ചൈനയും പാകിസ്ഥാനും ആഗ്രഹിക്കുന്നുമല്ല, ഇന്ത്യയിൽ ഒരു വലിയൊരു അരക്ഷിതാവസ്ഥ യുദ്ധം മൂലം ഉണ്ടാകുകയും ചെയ്താൽ അമേരിക്കയ്ക്ക് യാതൊരു താല്പര്യമില്ല. ഞാൻ അമേരിക്കയ്ക്ക് പിന്നെ പ്ലാനില്ല. എ ബി, ഇത് ബി പ്ലാനാണ്. എ ചൈനയായിരുന്നു, തട്ടിക്കളഞ്ഞു. ബി, സി ഇല്ല. വിയറ്റ്നാമും ഇന്തോനേഷ്യയും വേൾഡ് ഫാക്ടറി ആവാൻ സബ്സ്റ്റിറ്റ്യൂട്ട് അല്ല, കുറച്ചേ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അമേരിക്കയും യൂറോപ്പും ആക്ച്വലി ഒരു പ്രശ്നത്തിലായി പോകും. പക്ഷേ അങ്ങനെ ആവില്ല, ഇന്ത്യക്ക് കുഴപ്പം വരില്ല, ഇന്ത്യ പാകിസ്ഥാനെ ഒതുക്കും എന്ന് JD വാൻസും കണ്ടിട്ട് തന്നെയാണ് JD വാൻസ് USA സ്റ്റാൻഡ് പറഞ്ഞത്. ഈ ആയുധം വയ്ക്കുന്നത് ടർക്കി, ഈ ടർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ടർക്കി ആരാ പറഞ്ഞത്? എനിക്ക് തോന്നുന്നു സ്റ്റാലിനാണോ ആരോ ഫേമസ് പറഞ്ഞതാണ്. അത് അതിന് മുമ്പുള്ള റഷ്യക്കാരനാണ് പറഞ്ഞത്. റഷ്യൻ ചക്രവർത്തിയാണോ സ്റ്റാലിനാണോ അതിന് മുന്നേ ഉള്ള ചക്രവർത്തിയാണോ എന്ന്, ദ സിക്ക് മാൻ ഓഫ് യൂറോപ്പ് എന്നാണോ പറഞ്ഞത്. ഈ അവരെപ്പോഴും പോയി പിടിക്കുന്നത് റോങ് ഹാൻഡ്സിനെയാണ്. അവർ ഫസ്റ്റ് വേൾഡ് വാറിൽ പോയി തോറ്റ കക്ഷികളാണ് ജോയിൻ ചെയ്തത്. സെക്കൻഡ് വേൾഡ് വാറിൽ അവർ ആക്സിസ് ഫോഴ്സ് ജർമ്മനിയുടെ കൂടെയാണ് അവർ ലീഡായത്. എപ്പോഴും അവർ പോയി റോങ് ഹാൻഡ്സിനെ പിടിക്കും. ഈ ടർക്കി അങ്ങനെ ഒരു വലിയൊരു പവർഫുൾ കൺട്രി ഒന്നുമല്ല. പിന്നെ അവർക്ക് നമ്മൾ പണി കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ശത്രുവാണ് ഗ്രീസ്. ഗ്രീസിന് നമ്മൾ ഇഷ്ടം പോലെ ആയുധം, ബ്രഹ്മോസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ പിനാക്കം, അതെല്ലാം നമ്മൾ അവർക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ കുറേ നാൾ കൊണ്ട് ഈ ടർക്കി നമ്മളായിട്ട് പണിയാണ്. ടർക്കി, അസർബൈജാൻ, ഇറാൻ പോലും പാകിസ്ഥാനോട് അങ്ങനെയില്ല. ടർക്കി, അസർബൈജാൻ, പാകിസ്ഥാൻ, ചൈന, ഈ 4 പേര് ഒരു കുറുമുന്നണി ഉണ്ടാക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഈ ടർക്കി കുറേ ഡ്രോൺ കൊടുക്കാൻ നല്ല പിന്നെ ആയുധ കച്ചവടത്തിൽ ടർക്കി ഒരു വലിയ ഫിഗറൊന്നുമല്ല. പിന്നെ അമേരിക്കയുടെ വെപ്പൺസ് അധികം ഇന്ത്യയുടെ ഇല്ല. അവരുടെ ഏറ്റവും വലിയ വെപ്പൺ എന്ന് പറഞ്ഞാൽ താഡും ആൻറ്റി ബാലിസ്റ്റിക് മീൻസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ, അത് നമ്മുടെ ഇല്ല. നമ്മൾ ഇതല്ലേ എടുത്ത് S-400 അല്ലേ എടുത്ത് റഷ്യക്ക്. അപ്പോൾ റഷ്യക്കൊരു ലിറ്റ്മസ് ടെസ്റ്റാണ്. പക്ഷേ റഷ്യക്ക് അറിയാം റഷ്യൻ വെപ്പൺസിനെ വെച്ച് നമ്മൾ നന്നായിട്ട് അവരെ മാനം കെടുത്തില്ല, റഷ്യക്കാരെ മാനം കെടുത്തില്ല എന്നുള്ളത് അവർക്ക് നന്നായിട്ടറിയാം. അപ്പം പിന്നെ വേറെ ആയുധ കച്ചവടം ശരത്ത് പറഞ്ഞാൽ ഉക്രൈൻ വാറിൽ നല്ല ആയുധ കച്ചവടം ഉണ്ടായിരുന്നു. ഉക്രൈൻ റഷ്യയും തമ്മിൽ യുദ്ധം മുന്നോട്ട് പോകണമെന്നായിരുന്നു പിന്നെ അമേരിക്കൻ ഡെമോക്രാറ്റ്സിനും അമേരിക്കയിലെ വെപ്പൺ ലോബിയും യൂറോപ്പിലെ വെപ്പൺ ലോബിയും ആഗ്രഹിച്ചിരുന്നു. ആ ഒരു ഇൻറ്റൻസീവായിട്ട് ചിന്തിക്കുന്ന ഒരു വെപ്പൺ ലോബി USA ഇപ്പോൾ ഇല്ല. അവരാണ് ഏറ്റവും വലിയ വെപ്പൺ ലോബി. പക്ഷേ ഇന്ത്യ ഉടനെ അമേരിക്കയുടെ നിന്ന് സാധനം F-16 ഒന്നും വാങ്ങിച്ച ഉടനെ അങ്ങനെയൊന്നും പെട്ടെന്ന് പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിച്ചിട്ട് എടുത്ത് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ അല്ല ഇപ്പോഴത്തെ മോഡേൺ ടെക്നോളജിയിലെ വെപ്പൺസൊക്കെ. ഇപ്പോൾ F-35 വന്നാൽ തന്നെ നമ്മൾ അതിനകത്ത് ട്രെയിൻ ചെയ്ത് ഇറ്റ് വിൽ ടേക്ക് 1 or 2 years. അപ്പോൾ അതുകൊണ്ട് ഇമ്മീഡിയറ്റായിട്ട് ആയുധ കച്ചവടത്തിന് ഏറ്റവും വലിയ ആയുധ കച്ചവടക്കാരനായ അമേരിക്കയ്ക്ക് ഇല്ല താല്പര്യം. അത് റഷ്യക്കാർക്കാണ്. റഷ്യയും ഇസ്രായേലും അവരുടെ വെപ്പൺസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇസ്രായേലിനും ഓഫ് കോഴ്സ് കച്ചവട മനസ്ഥിതി എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഇസ്രായേലിനും അവരുടെ വെപ്പൺസ് കുറച്ച് വിറ്റാൽ നല്ലതായിരിക്കും എന്ന് ചിലപ്പം ആഗ്രഹിച്ചു തെറ്റില്ല. പക്ഷേ നമുക്കുണ്ട് വെപ്പൺസൊക്കെ, മിക്കതും ഇപ്പോൾ ഇസ്രായേൽ. അതല്ലേ നമ്മൾ മേക്ക് ഇന്ത്യ പരിപാടിയല്ലേ, പോയി വാങ്ങേണ്ട കാര്യമില്ല. ഇവിടെ വരെയാണെങ്കിൽ ഇവിടെയായിട്ട് കൊളാബറേറ്റ് ചെയ്ത് മറ്റേ ബാരക് മിസൈല്, പിന്നെ നമ്മുടെ ഇതില്ലേ അയൺ ഡോം ഇസ്രായേലിൻ്റെ, അതെല്ലാം നമുക്കുണ്ട്. നമ്മൾ അയൺ ഡോം എന്നല്ല പറയുന്നത്. പക്ഷെ ആ സെയിം സാധനം നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ജോഗ്രഫിയൊക്കെ വ്യത്യാസമാണ് രണ്ട് രാജ്യങ്ങളുടെ. പക്ഷേ ഇസ്രായേലിൻ്റെ വെപ്പൺസും റഷ്യയുടെ വെപ്പൺസും എല്ലാം എനിക്കൊരു സംശയമുണ്ട്. S-400 ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. ഇപ്പം നമ്മുടെ കയ്യിൽ 5 ഉണ്ട്, S-400 5 ഉണ്ട്. അവസാനമായിട്ടൊരു കാര്യം കൂടി, ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഇപ്പം നേരത്തെ പറയുന്നത് എല്ലാം കൃത്യമായിട്ടാണ് ഇന്ത്യ
നിരീക്ഷിച്ചു വരുന്നത് എല്ലാവരും പിണക്കാതെ എല്ലാവരും ഇന്ത്യയോടൊപ്പം എന്ന പ്രതീതി ഇപ്പോൾ ഉണ്ട്. ഈ ഘടനയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതും. ഇത് തന്നെ മതിയോ? അപ്പോൾ ജനങ്ങളും ഒപ്പം ഇന്ത്യയോടൊപ്പം കൊണ്ട് എല്ലാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാം പ്രിസൈസ് ആണ്. സാറ് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഡോക്യുമെന്റഡ് ആയിട്ടാണ് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു വരുന്നത്. അപ്പോൾ ഇന്ത്യക്ക് ഒരു ആധിപത്യം കൂടുതലുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഒറ്റപ്പെട്ടില്ല. നേരത്തെ പറഞ്ഞ ചൈനയും പ്രത്യക്ഷത്തിൽ അതുപോലെ തന്നെ ടർക്കിയുമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പോക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് ചെയ്താലും ഒരു പ്രശ്നം വരില്ല. ഇപ്പൊ നേരത്തെ പറയാം, ഇന്ത്യ ഒരു സംഹാരതാണ്ഡവമാടിയാൽ പോലും പ്രശ്നമില്ലാത്ത നിലയ്ക്ക് കാര്യങ്ങളെത്തില്ലേ? അതെ, അതിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. പക്ഷെ അത് പറഞ്ഞു കൊടുക്കാൻ ചൈന ഷീ ജിൻപിങ്ങിന് അവിടെ മുട്ട പ്രശ്നമാണ്. അതിനകത്ത് അവിടെ ചൈന 5 പോകുന്ന ഒരു സംശയമുണ്ട്. നമ്പർ 2 ഷീ ജിൻപിങ്ങിന് എതിരായിട്ട് പിന്നെ തോക്കും പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവിടെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ആയിരിക്കാം ചിലപ്പോൾ ചൈന പാകിസ്ഥാനെ ഇളക്കി വിട്ടത്. പക്ഷെ അവരുടെ കയ്യിലങ്ങ് ഔട്ട് ഓഫ് പ്രൊപ്പോർഷൻ ആയിപ്പോവോ എന്നുള്ള സംശയമുണ്ട്. ചൈനയുടെ കയ്യിലും നിൽക്കില്ല, പാകിസ്ഥാൻ്റെ കയ്യിലും നിൽക്കില്ല. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഈ ഇസ്ലാമിക രാഷ്ട്രങ്ങളാണ്. ഇന്തോനേഷ്യ, നമ്മൾക്ക് ഇസ്ലാമിക 57 പേരുണ്ട്, പക്ഷെ നമുക്ക് എല്ലാവരെയും എടുക്കേണ്ട കാര്യമില്ല. ഇന്തോനേഷ്യ, ഇറാൻ, സൗദി, UAE, ഇത്രയും, ഈജിപ്റ്റ് വരുന്നില്ല, ഒരു പ്ലെയറല്ല ഇവിടെ. ഈ ഇറാൻ, സൗദി, ടർക്കിയും ഇവിടെ നമുക്ക് ഇന്ത്യ മൈൻഡ് ചെയ്യുന്നില്ല. നമുക്ക് പ്രധാനം UAE, ഒമാൻ, ഇറാനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇവരാണ് ഏറ്റവും നമുക്ക് പ്രധാനം ഈ ഇസ്ലാമിക ഇതിൽ. അവർ പവർഫുള്ളും അവർ തന്നെയാണ്. സാമ്പത്തികമായിട്ടും അവർ വളരെ ഇതാണ്. ഈ UAEക്കും സൗദിക്കും ശരത്തിന് ഒരുപക്ഷെ അറിയാമായിരിക്കും, കാശ്മീരിൽ ഏകദേശം ഒരു $2-3 ബില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് കാശ്മീർ ടൂറിസത്തിൽ. അപ്പോൾ അവർ ഇന്ത്യയുടെ കൂടെ നിന്നേ പറ്റൂ. പിന്നെ ഈ യൂറോപ്പിലേക്കുള്ള ഇസ്രായേൽ വഴിയുള്ള എക്കണോമിക് കോറിഡോർ, മറ്റേ സീ റൂട്ട്, അത് മറ്റേ അദ്ദേഹം സൗദിയുടെ പിന്നെ MBS ഇവിടെ വന്ന് സ്പെഷ്യലായിട്ട് വന്ന് 2 ദിവസം തങ്ങിയാണ് ആ കരാർ ഒപ്പിട്ടതിനെയാണ് ഇറാൻ പിന്നെ ഒരു 2 ആഴ്ചക്കകത്ത് ആ യുദ്ധം തുടങ്ങിയത്, പാര വെച്ചത്. പക്ഷെ അതെല്ലാം റിവേഴ്സ്. അപ്പോൾ അവർക്കെല്ലാം ഇന്ത്യയോട് വലിയ താല്പര്യമാണ്. വെസ്റ്റഡ് ഇൻട്രസ്റ്റ്, എക്കണോമിക് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഈ സൗദിക്കും UAEക്കും വേണ്ട. അതുകൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുള്ളൂ, പാകിസ്ഥാൻ്റെ കൂടെ ആരും നിൽക്കില്ല. പിന്നെ വേറൊരു വലിയൊരു സംഗതി, ഈ ചൈന ഒരു ലിമിറ്റ് വിട്ട പാകിസ്ഥാനെ ഇപ്പോൾ അമേരിക്ക കൈ കഴുകാനാണ് ചാൻസ്. കാര്യം എന്ന് പറഞ്ഞാൽ അവർ വിചാരിച്ച പോലെ ഒന്നും കാര്യങ്ങളും പോയില്ലെങ്കിൽ ഈ 5 ലക്ഷം ഏക്കർ കൃഷിഭൂമി ചൈനയ്ക്ക് പാട്ടം കൊടുത്തിരിക്കുകയാണ്, ചൈനയ്ക്ക് പണയം വെച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ. തുറമുഖം അടക്കം ഉണ്ട്. ലാഹോർ റെയിൽവേ സ്റ്റേഷൻ, ലാഹോർ എയർപോർട്ട്, ഇസ്ലാമാബാദ് എയർപോർട്ട്, കറാച്ചി എയർപോർട്ട്, കറാച്ചി തുറമുഖം, ഗദ്ദാർ, പിന്നെ കാശ്മീരിലെ കുറേ ഭൂമി, ഇതെല്ലാം പണയം വെച്ചിരിക്കുകയാണ് പൈസയ്ക്ക് വേണ്ടി. ആ പൈസക്ക് തീർന്നു, ആ പൈസക്ക് അഴിച്ചു മാറ്റി എല്ലാം കൊണ്ട്. വൺ ബ്രിഡ്ജ് എന്ന് പറയുക ചൈനയുടെ ഒരു വ്യാവസായിക ഇടനാഴി ഉണ്ടല്ലോ, അത് സീപക്, അത് തീർന്നു. അത് ബലൂചിസ്ഥാനിൽ ഗദാർ എന്ന ചൈനീസ് റീജിയനിലേക്ക് സിങ്യാങ് പ്രോവിൻസിലേക്ക് പോകുന്ന റോഡും അതും ഇതൊക്കെ അത് തീർന്നു. അതിൻ്റെ കഥ തീർന്നു എന്ന് പറഞ്ഞാൽ ചൈനക്കാരെയൊക്കെ കൊന്നു. മാത്രമല്ല, ഇപ്പോൾ കറാച്ചിയിൽ ഇന്ത്യ ബോംബ് ഈ മിസൈൽ വിട്ടപ്പോൾ ഒരു വലിയൊരു അപ്പാർട്ട്മെൻറ്റ് ബോംബ് ചെയ്തു. അത് മൊത്തം ചൈനീസായിരുന്നു. അവന്മാരവിടെ എന്തോന്ന് ചെയ്യുന്നു? ചൈനീസിന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ ചൈനയ്ക്ക് ഇങ്ങനെ കുറേ ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ അതുമെല്ലാം ജോർപ്പഡൈസ്ഡ് ആയിപ്പോ എന്നൊക്കെ ചൈനയ്ക്കും ഇപ്പോൾ പറയുന്നുണ്ട്. അപ്പം പാകിസ്ഥാനോട് ആരുമില്ല, അതാണ് സത്യം. ബലൂച്ച് ശക്തമായിട്ട് ഇടപെടുന്നു. ചൈനയുടെ ഈ അധിനിവേശം അവരെ വല്ലാത്ത രീതിയിൽ പ്രകോപിപ്പിച്ചിട്ട് ബലൂച്ചുണ്ട്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഈ 7 ദിവസം ഇന്ത്യ വെയിറ്റ് ചെയ്യും. എല്ലാം കൂടെ ഒരു 10 days എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ അതിഭയങ്കരമായ പ്രകോപനം ഉണ്ടായാൽ ചിലപ്പോൾ നേരത്തെ തുടങ്ങും ഇന്ത്യ. അതിൻ്റെ ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ POK നമ്മൾ പിടിച്ചെടുക്കും. POK ഇത് കുറേ നാളുകൊണ്ട് എന്നാൽ അവന്മാരത് ആലോചിക്കണ്ടേ, ഇന്ത്യ അധികം പ്രകോപിപ്പിക്കേണ്ടെന്ന് വിചാരിക്കണ്ടേ. എനിക്കിപ്പോൾ ഒരു ഭയങ്കര സംശയം എന്താണെന്ന് ശരത്തെ, ഈ മുനീറില്ലേ നമ്മുടെ മൗലവി ആർമി ചീഫ്, റായുടെ ഏജൻ്റാണോ എന്നൊരു സംശയം. കാരണം പണ്ട് ഗോർബച്ചോവിനെ USA വളർത്തിക്കൊണ്ട് വന്നല്ലോ, അയാളാണല്ലോ വന്ന്
എല്ലാത്തിനെയും പൊക്കളാൻ പറഞ്ഞത്. അതേപോലെ ആണോ ഈ മുനീർ എന്ന് എനിക്കിപ്പോൾ ഭയങ്കര സംശയമുണ്ട്. ഞാൻ മുനീർ തലം വിടും, മുനീറിൻ്റെ ഭാര്യയും പിള്ളേരെയും എല്ലാം പറഞ്ഞു വിട്ടു. അപ്പം റായിനെ വളർത്തിക്കൊണ്ടുവന്ന ഏജൻ്റാണോ ഈ മുനീർ? അല്ലെങ്കിൽ പിന്നെ അയാൾ ഈ ഷെറീഫ് ഒന്നും ആയിട്ട് ആലോചിക്കാത്ത ഷെറീഫ് തന്നെ അന്തം വിട്ടേക്കാണ്. അങ്ങേര് പിന്നെ കിളി പോയി ആണ് പ്രസംഗിക്കുന്നത്. ഇപ്പോൾ ഈ വേറൊരാൾ പറഞ്ഞല്ലോ, ഈ പിന്നെ 5 ഇന്ത്യൻ ഡിഫൻസ് മിനിസ്റ്റർ ഇന്ത്യൻ പ്ലെയിനെ താഴെയിട്ട് സോഷ്യൽ മീഡിയയിൽ കോജയാണ് ഇപ്പോൾ എല്ലാം ചെയ്യുന്നത്. മറ്റേ ആളെ ഹോസ്പിറ്റലൈസ് ചെയ്തെന്നാണ് ഞാൻ അറിഞ്ഞത്, ആർമി മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലോ മറ്റും. അപ്പോൾ എല്ലാവരും കിളി പോയി നിൽക്കുന്ന ഒരു സമയമാണ്. ചിലപ്പോൾ 25 വർഷം കഴിയുമ്പം വരും ഡീക്ലാസിഫൈഡ് ഡോക്യുമെൻ്റ്, ഇയാളാണ് ഈ പാകിസ്ഥാനെ പാര വെച്ചത് എന്ന് എനിക്കൊരു ബലമായ സംശയമുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഇന്നലെ ലാഹോറിലെ എയർ ഡിഫൻസ് ന്യൂട്രലൈസ് ചെയ്തപ്പോൾ വാർ നിർത്തണമായിരുന്നു. ഇനി അവരുടെ ഏറ്റവും വലിയൊരു വെപ്പണായിരുന്നു, അവർ നിർത്തുന്നില്ല. പിന്നെ ഇവിടെ കയറി പിന്നെ ഇവരുടെ പീരങ്കി ആക്രമണമാണ് കൂടുതലും ഇവിടെ നടക്കുന്ന, ആളുകൾ കൊല്ലപ്പെട്ടു, അല്ലാതെ മിസൈലും മറ്റതൊന്നുമല്ല. അപ്പം അങ്ങനെ എനിക്കൊരു ബലമായ സംശയമുണ്ട്. അപ്പം പാകിസ്ഥാനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്ത് ബലൂചിസ്ഥാൻ, മറ്റേ അഫ്ഗാനിസ്ഥാൻ്റെ നമ്മുടെ കിടക്കുന്ന പ്രോവിൻസ് POK അല്ലല്ലോ, പക്തൂൺ പ്രോവിൻസ്, POK, സിന്ധുസ്ഥാൻ എന്ന് പറഞ്ഞാൽ ബിലാവലിൻ്റെ ഒറിജിനൽ പ്ലേസസ് ഇതാണ്. അവർ സിന്ധികളാണ്, പഞ്ചാബീസ് അല്ല, പാകിസ്ഥാൻ മുസ്ലിം പഞ്ചാബീസ് അല്ല. പിന്നെ പഞ്ചാബ്സ്ഥാൻ, പാകിസ്ഥാൻ ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് പഞ്ചാബ്. ഇങ്ങനെ 4 എണ്ണമായിട്ട് ഇന്ത്യ ഡിവൈഡ് ചെയ്യിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ ഉടനെ അവർക്ക് വാർ നിർത്തിയാൽ അവർക്ക് കൊള്ളാം. അതിന് അമേരിക്ക അനുകൂലമാണ്, റഷ്യ അനുകൂലമാണ്, പിന്നെ ചൈന ചിലപ്പം അനുകൂലമല്ലായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്ലാനുകൾ ഇറ്റ്സിൻ്റെ ഓൺ ദ വാൾ ഇൻ്റർനാഷണലി ഉള്ള ഒരു സംഗതിയാണ്. ചിലപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചെന്നിരിക്കും. ജയ്ഷയൊക്കെ നമുക്കറിയാം ഏകദേശം അടിവേരൊക്കെ ഇളകിയ അവസ്ഥയായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അപ്പം അതിനൊക്കെ കാരണക്കാരനായത് അസീം മുനീർ ആണെന്ന് പറയുമ്പോൾ നമുക്കിതെല്ലാം കണക്ട് ചെയ്യുമ്പോഴത്തേക്കും കറക്റ്റാണെന്ന് തോന്നുന്നുണ്ട്. അല്ല, അത് പിന്നെ ഈ ജയ്ഷയും ഈ ഷഹാബിൻ്റെ അടുത്ത് ചോദിക്കാതെ എന്തിനാ ഇങ്ങനെയൊക്കെ ഈ ഒരു സ്പീച്ച് നടത്തിയപ്പോഴെങ്കിലും ഈ ഷഹാബിന് അങ്ങനെ മന്ദബുദ്ധിയാണ് അത്രയ്ക്ക് മനസ്സിലാവേണ്ടി ഇവൻ എന്തൊന്നോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന്. ഇവൻ പറഞ്ഞല്ലേ, നമ്മൾ ഡിഫറൻ്റാണ്, നിങ്ങൾ പിന്നെ ഡിഫറൻറ്റ്, ഞങ്ങൾ ഡിഫറൻറ്റ്, ജൂഗുലാർ വെയിൻ എന്നൊക്കെ ഇവ ഈ സ്പീച്ച് നടത്തിയപ്പോൾ ഇവന്മാർ വായും തുറന്ന് ഈ പ്രൈം മിനിസ്റ്ററൊക്കെ കണ്ടുകൊണ്ട്, അല്ല വേറെ നിവൃത്തിയില്ല, അല്ലെങ്കിൽ ഭരണം പിടിച്ചെടുക്കും. മനസ്സിലായില്ല, ഒരു ഹാർബിംഗറാണ് ഇവൻ, എന്തോ പരിപാടി ഇട്ടിട്ടുണ്ട്. അയാളെ വിളിച്ച് ചോദിക്കാനുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല ഈ പാകിസ്ഥാൻ പ്രൈം മിനിസ്റ്റർ. പേടിയാണ് പാകിസ്ഥാൻ പട്ടാളത്തെ. അപ്പോൾ ഇവന്മാരെയും പൈസകളൊക്കെ അഴിച്ചു മാറ്റി ഇത് ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഈ പഹൽഗാമിന് തുടങ്ങുന്നതിന് മുമ്പ് ഇയാൾ 5000 കോടിയോ മറ്റോ ഇംഗ്ലണ്ടിലേക്ക് അയച്ചു ഇയാളുടെ ബിനാമിൽ അക്കൗണ്ട് വഴി. പക്ഷേ ഇതിനകത്തുള്ള വേറൊരു രസകരമായ, എല്ലാവരും അയക്കുന്നത് ഇംഗ്ലണ്ടിലോട്ടാണ്. എന്താ സൗദിയിൽ അയക്കാത്ത? അവർ മുസ്ലിം ഇതല്ലേ, അവിടെ എടുക്കില്ല. UAE എന്താ അയക്കാത്ത? അവിടെ എടുക്കില്ല. എല്ലാം ഇംഗ്ലണ്ടിലോട്ടാണ്. ഇങ്ങോട്ട് വരട്ടെന്ന് പറഞ്ഞാൽ അവന്മാരവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഇംഗ്ലണ്ടിന് അമേരിക്കയുടെ താല്പര്യമില്ല, ഇംഗ്ലണ്ട് പാകിസ്ഥാൻ്റെ കൂടെ ആണെന്നാണ് ഞാൻ മനസ്സിലായി. അവരുടെ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യ തൊലഞ്ഞു പോകണമെന്നുള്ള, അതുകൊണ്ടാണല്ലോ ഇവന്മാരെ മൊത്തം ഹാർബർ ചെയ്യുന്നത്. ഇയാളുടെ സ്വത്ത് മൊത്തം അവിടെയാണ്. ഇപ്പോൾ ട്രംപ് വന്ന ശേഷം അമേരിക്കയിലോട്ട് ഒന്നും അയക്കണ്ടെന്നും പിടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ ഇപ്പം ഈ യുവന്മാരുടെ ഈ റഷ്യയുടെ അസറ്റ്സ് എല്ലാം കൂടെ ഇവന്മാർ ഫ്രീസ് ചെയ്തല്ലോ ഇംഗ്ലണ്ട്, ഭയങ്കര അടിയായിപ്പോയി. അപ്പം അതേപോലെ കൊണ്ട് ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ഇപ്പം IMF ഇപ്പം IMF ലോൺ സാങ്ഷൻ ആയിട്ടുണ്ട്, 100 ബില്യണോ മറ്റും. അപ്പം ഒരു $1 ബില്യൺ പാകിസ്ഥാന് കൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ എവിടെയാണെങ്കിൽ അത് ഫൈനാൻസ് ബാങ്ക് വഴി, റിസർവ് ബാങ്ക്, അവിടെ അതൊന്നുമല്ല, റിസർവ് ബാങ്ക് വഴിയൊക്കെ ആയിരിക്കും വരണത്. റിസർവ് ബാങ്ക്, ഷാബ്, ഇതെല്ലാം ഇവന്മാർ വഴിയാണ്, പാകിസ്ഥാൻ ആർമി വഴിയാണ് വരുന്നത്. അപ്പം അവ അഴിച്ചെടുത്തിട്ട് അതിൽ 1 ബില്യണിൽ അവ ഒരു 50 ബില്യണെങ്കിലും അല്ലെങ്കിൽ 50 മില്യണെങ്കിലും അവ അഴിച്ചു മാറ്റിയിട്ട് ബാക്കി ഇത് കൊടുക്കും. അങ്ങനെയാണ്. ഇനി എന്തായാലും നമ്മൾ സുദീർഘമായ ഒരു ചർച്ചയിലേക്ക് കടന്നു, കുറേ നേരം നമ്മൾ സംസാരിച്ചു ഇതിനെപ്പറ്റി. എന്തായാലും അല്പസമയം കൂടിപ്പോയെന്നാലും നമുക്ക് സാറ് പറഞ്ഞ വിലയേറിയ വാക്കുകളാണ്. കറക്റ്റായിട്ട് അതിനെക്കുറിച്ച് കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. എന്തായാലും വളരെയധികം നന്ദി. വന്ദേ മാതരം.